നമുക്കിതൊരു ഡിന്നർ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് തയ്യാറാക്കി എടുക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റോസ്റ്റാണ് കേട്ടോ. ധാരാളം ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കുന്നൊരു മട്ടൺ റോസ്റ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള സോഫ്റ്റ് പൊറോട്ടയുടെ റെസിപ്പി കൂടെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയുള്ളി കൂടുതൽ ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന മട്ടൺ ആയതുകൊണ്ട് തന്നെ കുറേ ചെറിയുള്ളി ഞാൻ തൊലി കളഞ്ഞൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഉള്ളി തന്നെയാണ്. സാധാരണ ഇപ്പോൾ നമുക്ക് വാങ്ങി കിട്ടുന്ന ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ളതാണല്ലോ. ഇത് അങ്ങനത്തെ അല്ല, ചെറിയ നാടൻ ചെറിയുള്ളി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതോടെ 650 ഗ്രാമോളം മട്ടൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ്. അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിനൊപ്പം ഒരു 8-10ഓളം ചെറുള്ളി ഇതിൽ നമുക്ക് ചേർത്തെടുക്കും. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മീറ്റൊക്കെ ചേർത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് 3-4 വിസിൽ പോകുന്നതിന് വെച്ചെടുക്കാം. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവിച്ചാൽ മതിയാകും. ഫുള്ളായിട്ടങ്ങ് വേവിക്കണം കേട്ടോ. നമുക്ക് ബാക്കി ഇനി കടായിലോട്ട് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ വേവാനുണ്ട്. പിന്നെ ഇതാ ഒരു കൈപ്പിടി നിറച്ചും തന്നെ ചെറിയുള്ളി ചേർത്തിട്ടൊന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിതിൽ കൂടുതലും ചെറുള്ളിയാണ് ചേർക്കുന്നത്. സവാള ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്നാലും ഞാൻ ഒരു സവാള എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു സവാള കൂടെ ഒന്ന് ഞാൻ ഒന്ന് സ്ലൈസ് ആക്കിയിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഇനി ആ ഒരു മട്ടനൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ആയി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ മാവ് കൂടെ നേരത്തെ തന്നെ കുഴച്ചൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മട്ടൻ വേവുന്ന സമയം കൊണ്ടൊന്ന് ബോൾസാക്കി ഒന്ന് വെച്ചു. അപ്പം അതൊന്നിരുന്ന് സോഫ്റ്റ് ആയിട്ട് ഈ ബോൾസാക്കിന് ശേഷം വീണ്ടും ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ കറി റെഡിയാവുന്ന സമയം കൊണ്ട് ആ ഒരു മാവ് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാളാണ്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറച്ച് തന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു സവാളയുടെ കളർക്കൊന്ന് മാറി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒതുങ്ങിയൊന്ന് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചത് ഒരു 3-4 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 1-2 ഫുള്ളായിട്ട് തന്നെ വെളുത്തുള്ളി എടുക്കാം. വലിയ വെളുത്തുള്ളിക്കാണെന്നുണ്ടെങ്കിൽ 1 മതി. ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ 1 ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ ഒന്ന് ആയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 വിസിൽ പോയതിന് ശേഷം ഞാൻ പ്രഷറൊക്കെ ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ആ ഒരു പ്രഷർ കളഞ്ഞതാണ്. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികളായിട്ട് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു പൊടികൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇളക്കി ഒന്ന് യോജിപ്പിക്കേണ്ട ഈ ഒരു ടൈമിൽ ആ ഒരു പൊടികൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഉള്ളി നമ്മൾ ആദ്യം ചതച്ച് വെച്ചില്ല, അതാണ് അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇളക്കുന്നില്ല, വെറുതെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടിക്കൊന്ന് പിടിക്കാതിരിക്കും ഒരു മസാലയുടെ ഒരു ഇത് കാരണം. അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് പൊറോട്ടയ്ക്കുള്ള ഒരു ബാക്കി തയ്യാറെടുപ്പുകൾ ചെയ്യുന്നുണ്ട്. ഒന്ന് മാവൊക്കെ ഒന്ന് എടുത്തൊന്ന് പരത്തി ഒന്ന് വീശി ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി ഇവിടെ ഏകദേശം ഒന്ന് ആയി വന്നു. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇതൊക്കെ ഒരു പൊടിയിലേക്ക് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ഇട്ടായിട്ട് ചെറിയുള്ളിലേക്ക് ഒന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഏകദേശം ഇവിടെ മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒരു 1.5 കപ്പോളം ചെറിയുള്ളി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചതച്ചെടുക്കാനും ഇതിൽ വെറുതെ നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1.5 കപ്പോളം ചെറിയുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ടൈപ്പൊക്കെയാണ് ആവശ്യമെങ്കിൽ കുറച്ച് നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഒരു ഗ്രേവി പോലെ ഒന്ന് ആക്കിയെടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ കറക്റ്റ് കട്ടിക്ക് ആ ഒരു ചെറിയുള്ളി ചേർത്തിട്ടുള്ള റോസ്റ്റ് തന്നെ വേണമെന്ന് വെച്ചിട്ടാണ് അതിൽ പിന്നെ ബാക്കി വെള്ളമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റും ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല, പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി. അത് അത്യാവശ്യം നെയ്യുള്ള മട്ടനായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നെയ്യ് ഇതിൽ അഡീഷണൽ പിന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലേക്ക് ചേർത്തിട്ട് നമ്മുടെ ഒരു മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ കണ്ട നല്ല പാകത്തിന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിയുള്ള ഒരു പൊറോട്ടകളെ മാവും കൂടെ ഒന്ന് വീശി ഒന്ന് ചുറ്റി ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ രാത്രിത്തെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് തന്നെ മാവൊന്ന് കുഴച്ച് വെക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ സമയത്ത് മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഒന്ന് വീശി ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 1 കിലോ മാവാണ് കേട്ടോ. 1 കിലോ മൈദ മാവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ സോഡാപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചതാണ് കേട്ടോ.
പിന്നെ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് എപ്പോഴും പാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഒരുപാട് ചട്ടിക്ക് ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചൂട് ക്രമീകരിച്ചാൽ മതിയാകും. ഒരിക്കലും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊറോട്ട, ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചുട്ടെടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊറോട്ട ആയിരുന്നാലും ചപ്പാത്തിക്ക് ആയിരുന്നാലും നന്നായിട്ട് ഹാർഡായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൽ നെയ്യോ ഓയിലൊക്കെ ചേർത്തിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചൂടോട് കൂടി തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലെയറൊക്കെ ഒന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതവിടെ പൊറോട്ടയൊക്കെ ഒന്ന് ചുട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് കട്ടൻ ചായ കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത്യാവശ്യം മധുരവും കടുപ്പമൊക്കെ ഉള്ളൊരു കട്ടൻ ചായയാണ്. നമ്മൾ ഡിന്നർ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. നല്ല ചൂട് പൊറോട്ടയും പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ റോസ്റ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റിലുണ്ട്. മട്ടൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന കറിയും അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല നെയ്യുള്ള മട്ടനൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മടുപ്പുണ്ടാക്കുമെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.